രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നില്ലു നില്ല് ആരാകുന്നത് എന്തൊരു ദുഷ്ടാത്മാവേ, ചൊല്ല് ചൊല്ല് എന്നോട് നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ. രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചു. അപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്താനേ. ബാലകന്മാരെ പോകാമിതിലാവരിക്കുന്ന കാലവും വൃത കളഞ്ഞിടുക അരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമൂട് അയോധ്യമ്പൊക്കെ താതനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം തിന്ന് മിഥിലാപുരം അകമ്പൊക്കെ. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാഠം പ്രാപിച്ച് എന്നതോ കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോട് ആചാര്യനോടും കൃഷിപാഠം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച് ആചാരവും കൊണ്ട് നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഓ ബാലേശ്വരൻ നന്ദനന്മാരെ കണ്ട് ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ട് വന്നിച്ചിടിന ജഗദേക സുന്ദരന്മാരാ, ഇവരെ ആരെ എന്ന് കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ട് അരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യവും നീ നരവതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജേഠന്, ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാനേ.
ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ട് പോനീടിനേന് ഇതുകാലം കാടകം പൊക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ട് ഇതു കൊന്നാൻ പേടിയും തീർന്ന് ശ്രദ്ധാക്രമം പൊക്ക യാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജ രജസ്മൃഷ്ടി കൊണ്ട് അകല്യതൻ ഭാവവും നശിപ്പിച്ച് പാവനയാക്കിടിനാൾ ഹരേ രാമ രാമ പ്രഭോ സർവേശ്വര പരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട്, നീ അത് കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ച വഴി പോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ട് ഉൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു. ജനകനും തന്നെ സജീവനെ വിളിച്ച് നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരന്മാരുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചെന്നാന് രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വെള്ളിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചിടൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്ക് എന്ന് ഒരു നൂനം എല്ലാം ഈശ്വരനെന്ന് ചൊല്ലാവിത് എനിക്ക് ഇപ്പോൾ വില്ലിയ വരുത്തിടുക എന്നരുൾ ചെയ്ത മുനി കിങ്കരന്മാരെ നിയോഗിച്ചത് മന്ത്രീന്ദ്രനും ഓങ്കാരത്തോട് വന്ന് ചാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരും കൂടെ ഭഗവാനേ മൃത്യുശാസന ചാപം എടുത്തുകൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രം മണിമിത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതോ മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളികൾ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്നിച്ചിടിനാന് വില്ല് എടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ടു ചൊല്ലിന് വിശ്വാമിത്രൻ. എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടമല്ലോ. മന്ദഹാസവും പൂണ്ടേ രാഘവൻ അതു കേട്ടു മന്ദം പോയി ചെന്ന് നിന്ന് കണ്ടിതോ ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്ത് വേഗത്തോടെ
കുലച്ചു വലിച്ചുടൻ മുറിച്ചോചിതദ്രവം നിന്ന് അരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്ന് മാറ്റലിക്കൊണ്ട് വിസ്മയപ്പെട്ടു ജനം. പാട്ടും നാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം കൊണ്ട് ദേവദേവനെ സ്തുതിക്കുകയും അത്തരം സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശേഷരനുടെ വിവാഹോത്സവം ആരംഭ ആഘോഷം കണ്ട് കൗതുകം പൂണ്ടാറ് ജനജനകൾ സ്വാമി ആകിയ ഭഗവാനേ ജനസംസദേ ഗാഢ ആശ്ലേഷവും ചെയ്താണല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞ ഒച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാര് ഉരകങ്ങളെ പോലെ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസേ കൗശികന് മൈഥിലി തന്നെ പരിചാരകന്മാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ ഭഗവാനേ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം അർണോജനിദ്രൻ മുമ്പിൽ ശാസ്ത്രവ വിനീതയായി വന്നുടൻ നേത്രോൽപ്പല മാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥ മാലയും ഇട്ടിടിനാൻ മാലയും ധരിച്ച് നീലോൽപ്പല കാന്തി തേടും ബാലകന്മാരെ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഹരേ രാമ രാമ പ്രഭോ സർവേശ്വര ഭൂമി നന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ബാലൻ തൻ്റെ കണ്ടവர்களுം ആനന്ദാമ്പുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴുകയെന്ന് ആശയം ചൊല്ലിയിടിനാര് അന്തീരവും വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിച്ചു ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്ത് അയച്ചിടണം. ദൂതന്മാരെ സ്വത്വരം ദശരഥ ഭൂപനി വരുത്തുവാന് വിശ്വാമിത്രനും എതിരാനർബന്ധാനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃദ്ധാന്തങ്ങൾ എഴുതിയച്ചിത് വിശ്രമത്തോട് നടകൊണ്ടത് ദൂതന്മാരും സാകേതപുരി പുക്ക് ഭൂപാലൻ തന്നെ കണ്ട് ലോകേയാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതു സന്ദേശം കണ്ട്
പങ്ക്തി സന്തനെന്താനും ഇനി സന്ദേഹമില്ല. പുറപ്പെടുക എന്നുറ ചെയ്തു അഗ്നിമാനെ ഉപാധ്യായനാകിയ വസിഷ്ഠന് ഭക്തിയ അരുന്ധതി താനുമായി പുറപ്പെട്ട കൗതുകം കൊണ്ട് ഹരേ രാമ രാമ പ്രഭോ കൗതുകം കൊണ്ട് ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി പരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരം അകമ്പൊക്കിത് ദശരഥ മിഥിലാധിപന്താനും ചെന്ന് എതിരേറ്റുകൊണ്ട വന്നിച്ചു. ശതാനന്ദൻ തന്നോടും കൂടെ ചെന്ന് ബന്ധ്യനാം വസിഷ്ഠനെ തതനെ ഭക്തിയും അർഘ്യവാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചതു യഥായോഗ്യം. ഉർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ച പിതാവിനെ സാമോദം വസിഷ്ഠനാം ആചാര്യപാദാംബുജവും തൊഴുത് മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുത് ശ്രീരാമപാദാംബോജ മനുജന്മാരെ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാംബോജം ഭക്ഷ്യത്തെ ചേർത്തു രാമനെ പുണർന്നിട്ട് ഭക്ഷ്യത്തെ ചേർത്ത് താതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തു. നൃപനെ ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ച് അനുമോദത്തോടും ഉര ചെയ്തത് മധുരമായി. 4 കന്യകമാർ ഉണ്ട് എനിക്ക് കൊടുപ്പാനായി, 4 പുത്രന്മാര് ഭവാൻ തനിക്ക് ഉണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്യാകിലും നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവ്. ഭഗവാനേ രാമ രാമ പ്രഭോ. 4 യഥാക്രമം ചിത്രമായി ഇരിപ്പൊരു മണ്ഡപം തീർത്ത് മുത്തുമാലകൾ പുഷ്പഫലങ്ങളെ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വെച്ച് ഭക്ത്യാ ശ്രീരാമ പാദാംബോജം കഴുകിച്ച് അനന്തരം പേരിതുന്തുവി മുഖ്യവാദ്യഘോഷങ്ങളോടു കാമവും കഴിച്ച് തൻ പുത്രിയ വൈദേഹിയെ രാമൻ നൽകിയിടിനാൻ. ജനകമഹേന്ദ്രനും തൽപാദതീർത്ഥം നിജ ശിരസേ ധരിച്ച് ഉടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസേ ധരിക്കുന്നു ഉപദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. രാമ രാമ പ്രഭോ. ഓർമ്മള തന്നെ വിട്ട് ലക്ഷ്മണകുമാരനും ഹരേ സർവേശ്വര്യ സർവേശ്വര. ഓർമ്മള തന്നെ വിട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രദ്ധകീർത്തിയും മാണ്ഡവിയും
ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ ഭക്തിമാരായി പരമാനന്ദം കൊണ്ട് വസിച്ചാർ എല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകിനു. മുന്നം നാരദൻ അരുൾ ചെയ്ത് കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗോപദേശം വിശുദ്ധ്യർത്ഥമായി ഉഴുത അപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്ക് ഞാൻ സീതയും നാമം വിളിച്ച് അത് മൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തെങ്കിൽ. അത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം ഭഗവാനെ ശ്രീരാമ രാമ പ്രഭോ എന്നോട് മഹാമുനിദാനം അരുൾ ചെയ്താൻ. അപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തങ്കിൽ നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജനെ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരഞ്ജരുദ്രാദികൾ ആർദ്ധിക്കാൻ ഭൂമിയിൽ സ്വർവാന്യ സൂര്യാന്വയെ അവതരിച്ചത് രാമനായി മായാമർത്യവേഷം പൂണ്ട് അറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതകാല യോഗമായ ദേവി മാനുഷവേഷത്തോടെ ജാതയായത് തവേശ്വരി തൽക്കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്കാം മടിയാതെ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത്തം നാരദൻ അരുൾ ചെയ്ത് മറഞ്ഞതേ പുത്രിയായി വളർത്തതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവന് എങ്ങനെ കൊടുക്കാവൂ. ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്ന എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയ വൃത്തിശാസരജാപം മുറിച്ചിടുന്ന അപമാനി ഭർത്താവാകുന്നത് മൽഭദ്രയ്ക്കെന്നൊരു പെണ്ണം ചിത്തത്തിൽ നിരൂപിച്ച് വരുത്തി നിർവന്മാരെ ശക്തിയില്ല ഇതിനെ എന്നും വൃദ്ധിബാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ. ഹരേ സർവേശ്വര ബുദ്ധിയും കെട്ട് പോയി അങ്ങ് അടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാം ഉൾപ്പല നേത്രം തമ്മി തൽപ്രസാദത്താലേ ഇന്ന് സിദ്ധിച്ചേൻ ഭാഗ്യവശാല്. സർവേശ്വര ദർഭകസമനായ ജൽപുരുഷനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞു ഉര ചെയ്തു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷം ജന്മം അദ്യുതായുധ സഹസ്രാവുദ്ധരൂപത്തോടു അദ്യോതന്നെ പിറന്നൂറ് നിന്തിരുവടി വിദ്യാസംഹിതമായ ജീമോദമെന്ന പോലെ ശക്തിയാണ് ദേവിയോട് യുക്തനായി കാണുക മൂലം. ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തഭംഗജം ചരണാഗ്രേ
സന്തത മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം. ത്വൽപാദാംബുജ ലളിതാംബു ബിന്ദുക്കൾ ധരിച്ച് അൽപലോത്ഭവൻ ഉൽപലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. തൽപാദാംബുജ ലളിതാംബു ധാരണം കൊണ്ടും സർവഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. തൽപാദാംബുജ ലളിതാംബു ധാരണം കൊണ്ട് സൽപമാ മഹാബലി സിദ്ധിച്ച നൈന്ദ്രം പദം. തൽപാദാംബുജ രജസ്വൃഷ്ടി കൊണ്ട് അകല്യയും വിഷത്തോട് വേർപെട്ട് നിർമ്മലയായ ഹരേ രാമ രാമ പ്രഭോ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടും ബന്ധവും അകന്ന് മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തത യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാരെ ചിന്തിക്കായി വരേണമേ. പാദപങ്കജദ്വയോ ഇത്തം ഓരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ട് കൊടുത്തിടിനാൾ മഹാധനം. കരികൾ 600,000 തേരും പുരകങ്ങളെയും നൽകിയിടിനാൾ 100,000 10,000 1,00,000 300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങൾ ആയുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൾ ജനകനും. പ്രീതി കൈക്കൊണ്ട് പരിഗ്രഹിച്ചു രാഘവനും. വിധി നന്ദന് പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചത് സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ട് ദശരഥനും പുറപ്പെട്ട് കൽമഴമകന്നൊരു ജനക നൃപേന്ദ്രനും തൻ മകളായ സീത തന്നെയും ആശ്ലേഷിച്ച് നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് വഴിപോലെ ജന്മീൻ മായാമയനായ രാഘവൻ നിജ ധർമ്മധാരങ്ങളെയും കൂടവേ പുറപ്പെട്ട് മൃദംഗാനക പേരിതുര്യ ഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാകളങ്ങളും മദ്ദളയിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനാത്തേരെ കുതിര അകലാളായവടയോടും ആനന്ദമോടും പിതൃഭ്രാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി തപസേന്ദ്രന്മാരായ ദേശീയന്മാരോടും പ്രത്യാമാദ്യാദികളോടും വേഗമോടെ അയോധ്യയ്ക്ക് മാറി തിരിച്ചു. അപ്പോൾ ആകാശദേശീയ വിമാനങ്ങളും നിറഞ്ഞുത്തേ സന്നാഹത്തോടെ നടനേടുമ്പോൾ ജനകനു പിന്നാലെ ചെന്ന് യാത്ര അയച്ചോർ അനന്തരം വെൺകറ്റ കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോട് ചെങ്കൊടിക്കുറകൾ കൊണ്ട് അങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ
കസ്തൂരി ഗന്ധത്തോട് നടന്ന് വിരവോടെ 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ